പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബുദ്ധിയുള്ള കന്യകമാരും, മറ്റൊന്ന് ബുദ്ധിയില്ലാത്ത കന്യകമാരെയും നമുക്ക് കാണാൻ കഴിയും. അവർ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിശൂന്യരുമാണെന്ന് പറയുമ്പോൾ, ഇതിവിടെ സ്വർഗരാജ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് കർത്താവ് ഈ വചനഭാഗം നമ്മോട് അറിയിക്കുന്നത്. ബുദ്ധിയില്ലാത്തവർ മണവാളൻ വരുന്ന സമയം നോക്കി ശബ്ദം കേൾക്കുമ്പോൾ അവർ വിളക്കെടുത്ത് നോക്കുമ്പോൾ എണ്ണ കുറവും വിളക്ക് നന്നായി കത്താത്ത അവസ്ഥ വന്നപ്പോൾ എണ്ണയില്ലാത്തവർ എണ്ണയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥനാ തലത്തിലേക്കാണ് കർത്താവ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കും, എണ്ണ നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അവന്റെ അകത്തെ പ്രകാശം കുറയുകയില്ല. കാത്തിരുന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവർ മാത്രമേ അവനോടുകൂടെ കടന്നു പോകുകയുള്ളൂ. ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വചനഭാഗത്ത് വചനത്താൽ അടിസ്ഥാനമിട്ട ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അവൻ പാറമേൽ ഭവനം പണിതു. ആ ഭവനം കാറ്റും വെള്ളപ്പൊക്കവും വന്നു, ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചിട്ട് ആ ഭവനം തകർന്നില്ല. ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ ഭവനം കാറ്റടിച്ചു, വെള്ളപ്പൊക്കം വന്നപ്പോൾ തകർന്നുപോയി. ഇവിടെ മത്തായി സുവിശേഷം 25-ലേക്ക് വരുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ വിളക്കിൽ എണ്ണ കരുതി വചനം അനുസരിച്ച് കർത്താവിന്റെ കൂടെ ജീവിക്കുന്നതാ കാണാൻ കഴിയുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ ഈ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കാൻ വേണ്ടി അവിടുന്ന് പറയുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ മനസ്സ് പുതുക്കണം. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു ബുദ്ധിയുള്ള ഒരു ആരാധന, ബുദ്ധിയുള്ള ഒരു കൂട്ടായ്മ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, വചനത്തിൽ ജീവിക്കുന്നവരാണ്. യേശു കർത്താവ് കടന്നു വരുമ്പോൾ അവന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരാണ് ബുദ്ധിയുള്ള മനുഷ്യർ. ബുദ്ധിയില്ലാത്ത മനുഷ്യർ വചനത്തെ അനുസരിക്കുകയല്ല. എന്റെ വചനം അനുസരിക്കായികയാൽ അവർ നശിച്ചു പോകുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവൻ കൊടുക്കും. അവൻ ആ വചനം അനുസരിക്കും. പ്രിയമുള്ളവരെ, 10 കന്യകമാർ, അതിൽ 5 പേർ ബുദ്ധിയുള്ളവർ. അവർ വചനം അനുസരിച്ച് യേശു കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനഭാഗത്ത് യേശു പറയാണ്, ലോക അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.
നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട വചനം മറ്റുള്ളവരെ പഠിപ്പിക്കണം, ഉപദേശിക്കണം, അവരെ ശിഷ്യരാക്കണം. അവർ കർത്താവിനോട് കൂടെ ശിഷ്യത്വമുള്ളവരായി ജീവിക്കാൻ ഇടവരണം. ഇതുപോലെ കർത്താവിന് കൂടെ ജീവിക്കുവാനുള്ള വിവേകമുള്ള, ബുദ്ധിയുള്ള, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടി യേശു കർത്താവ് വാനമേഘത്തിൽ വരുമെന്നുള്ള സന്ദേശമാണ് മത്തായി സുവിശേഷം 25 നമ്മോട് പറയുന്നത്. നമ്മൾ ഓർക്കണം, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച്, എങ്ങനെയെങ്കിലും ആരാധിച്ച്, എങ്ങനെയെങ്കിലും ജീവിച്ച് നമുക്ക് നിത്യതയിലെത്താൻ പറ്റില്ല. ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രമാണം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഈ ബൈബിള് വായിക്കണം, എപ്പോഴും ഈ വചനത്തിൽ ജീവിക്കണം. ഈ വചനമാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ തരുന്നത്. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഇത് ജീവന്റെ വചനമാ പ്രിയമുള്ളവരെ. ഇത് വായിക്കുന്നതോറും നമ്മുടെ അകത്ത് ജീവൻ വരും. നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അകത്ത് ജീവൻ വെളിപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കഴിയും. ഈ വചനം നമുക്ക് ജീവൻ തന്ന വചനത്തെ ഓർത്ത് നമുക്കൊന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകത്ത് ഈ വചനം വെളിപ്പെടണം. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.